Hello everyone, welcome to our channel കൊച്ചു കൊച്ചു നോർവേ. ഐ എം ഡയാന ആൻഡ് ഞാൻ ഇന്ന് ഇവിടെ വന്നേക്കണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ DM-ൽ ഒരുപാട് മെസ്സേജസ് ആണ്. അതായത് എങ്ങനെ നോർവേയിലേക്ക് വരാം, ഹൗ ടു മൂവ് ടു നോർവേ, ഇവിടുത്തെ എഡ്യൂക്കേഷൻ ക്വാളിറ്റി എങ്ങനെയാണ്, എങ്ങനെ ഇവിടെ സ്റ്റുഡൻറ്റ് വിസയിൽ വരാം, ഇവിടെ ലിവിങ് എക്സ്പീരിയൻസ് എങ്ങനെയാണ്, ഇങ്ങനെ ഒരുപാട് എൻക്വയറീസ് ഇങ്ങനെ നിറഞ്ഞ് ഒഴുകാണ്. അപ്പം ഞങ്ങൾ ഇങ്ങനെ ആലോചിച്ചു ഇതിനൊക്കെ ആൻസർ എങ്ങനെ കൊടുക്കാമെന്ന്. അപ്പോൾ ദിസ് വീഡിയോ ഈസ് ആക്ച്വലി ആൻ ഇൻട്രൊഡക്ഷൻ ടു ദ ആൻസർ വി ഫൗണ്ട്. അതായത് ഒരു പോഡ്കാസ്റ്റ് സീരീസിൽ കൂടെ നിങ്ങൾക്കുള്ള എല്ലാ ക്വസ്റ്റ്യൻസിനും ഈ നോർവേയിലേക്ക് നിങ്ങൾക്ക് വരാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും പ്രൊവൈഡ് ചെയ്യാനാണ് ഞങ്ങളുടെ ഒരു ഐഡിയ. സോ ഈ ഒരു പോഡ്കാസ്റ്റ് സീരീസ് 2 പാർട്സ് ആയിട്ടായിരിക്കും നമ്മൾ ചെയ്യുന്നത്. സോ ഫസ്റ്റ് പാർട്ടിൽ ഞങ്ങളുടെ പേഴ്സണൽ എക്സ്പീരിയൻസ്, അതായത് ഞങ്ങളിവിടെ എങ്ങനെ എത്തി, ഞങ്ങളുടെ എഡ്യൂക്കേഷണൽ ബാക്ക്ഗ്രൗണ്ട് എങ്ങനെയാണ്, ഞങ്ങൾ എങ്ങനെയാണ് വിസയ്ക്ക് അപ്ലൈ ചെയ്തത്, ഞങ്ങളിവിടെ ലിവ് ചെയ്യുമ്പോഴുള്ള ഞങ്ങളുടെ എക്സ്പീരിയൻസ് എങ്ങനെയാണ്, അങ്ങനെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ആയിട്ടുള്ള ഒരു സീരീസ് ആയിരിക്കും ദ ഫസ്റ്റ് പാർട്ട്. പക്ഷേ ഞങ്ങളുടെ എക്സ്പീരിയൻസ് മാത്രം പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു കംപ്ലീഷൻ ഉണ്ടാവില്ലല്ലോ. എല്ലാവരുടെയും പെർസ്പെക്റ്റീവ് നമ്മളിത് അറിയണമല്ലോ. സോ അതിന് വേണ്ടിയിട്ട് ഒരു സെക്കൻഡ് പാർട്ടും ഈ ഒരു പോഡ്കാസ്റ്റ് സീരീസിനുണ്ടാവും. സോ ഡിഫറെൻറ്റ് പ്രൊഫഷൻസിൽ വർക്ക് ചെയ്യുന്ന ഞങ്ങളുടെ പല ഫ്രണ്ട്സിനെ വിളിച്ചിട്ട് നമ്മൾ അവരായിട്ടുള്ളൊരു ഇൻ്റർവ്യൂ ആൻഡ് ഒരു ഡിസ്കഷനും കൂടിയിട്ടായിരിക്കും ദ സെക്കൻഡ് പാർട്ട് ഓഫ് ദി പോഡ്കാസ്റ്റ്. സോ ഞങ്ങളുടെ എല്ലാവരുടെയും എക്സ്പീരിയൻസ് നിങ്ങളിലേക്ക് വളരെ അൺബയാസ്ഡ് ആയിട്ടുള്ളൊരു ഒപ്പീനിയൻ എത്തിക്കുന്നതായിരിക്കും. സോ സ്റ്റേ ട്യൂൺ. സോ ഈ ഒരു എപ്പിസോഡിൽ നമ്മൾ കവർ ചെയ്യാൻ പോണത് വളരെ ജനറൽ ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. അതായത് വൈ യു ഷുഡ് മൂവ് ടു നോർവേ, എന്തുകൊണ്ട് നിങ്ങൾ നോർവേയിലേക്ക് മൂവ് ചെയ്യണം എന്നുള്ളതിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഞാൻ ഇന്ന് പറയുന്നത് കേട്ടോ. സോ ദ ഫസ്റ്റ് തിങ് ഈസ് ഹൈ ക്വാളിറ്റി എഡ്യൂക്കേഷൻ. അതായത് ഇവിടുത്തെ എഡ്യൂക്കേഷൻ ക്വാളിറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഗ്ലോബലി റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റമാണ് നോർവേയിൽ. ഇവിടെ നിന്ന് നമ്മളൊരു ഡിഗ്രി എടുത്തു കഴിഞ്ഞാൽ അത് ഇൻ്റർനാഷണലി റെക്കഗ്നൈസ്ഡ് ആണ്, അത് ഏത് കൺട്രിയിൽ പോയാലും. പ്രത്യേകിച്ച് എഞ്ചിനീയറിംഗ്, മറീൻ ബയോളജി, എനർജി റിസർച്ച്, എൻവയോൺമെൻറ്റൽ സയൻസ്, ഹെൽത്ത് കെയർ എന്നീ ഫീൽഡുകളിൽ നമ്മൾ ഇവിടെ നിന്ന് എഡ്യൂക്കേഷൻ എടുത്തു കഴിഞ്ഞാൽ ഇൻ്റർനാഷണലി റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള ഒരു എഡ്യൂക്കേഷൻ കൊണ്ട് നമുക്ക് ഇവിടുന്ന് പോകാം എന്നുള്ളതാണ് ഇവിടുത്തെ ബെസ്റ്റ് പാർട്ട്. പിന്നെ നോർവേയിൽ മോസ്റ്റ് ഓഫ് ദ മാസ്റ്റർ ഡിഗ്രീസും ടോട്ട് ഇൻ ഇംഗ്ലീഷാണ്. സോ നമുക്ക് നോർവീജിയൻ അറിയണം എന്നൊരു പ്രയോർ ആയിട്ടുള്ള ഒരു നോളജ് വേണം എന്നുള്ളൊരു സംഭവം ഇല്ല കേട്ടോ. പക്ഷേ ബാച്ചിലേഴ്സ് ഡിഗ്രി എപ്പോഴും നോർവീജിയനിലാണ് ഇവർ ടീച്ച് ചെയ്യുന്നത്. സോ നമുക്ക് ഡയറക്റ്റ്ലി മാസ്റ്റേഴ്സിന് വരുന്നതായിരിക്കും ഇവിടെ ബെറ്റർ ഓപ്ഷൻ. പിന്നെ നമ്മൾ എഡ്യൂക്കേഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു റിസർച്ച് ഓറിയൻറ്റഡ് ആണ് ഇവിടുത്തെ എഡ്യൂക്കേഷൻ. അതായത് പ്രാക്ടിക്കൽ ലേണിങ്ങിനാണ് ഇവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് റാദർ ദാൻ തിയറീസും ഉണ്ട്, പക്ഷെ നല്ലൊരു പ്രാക്ടിക്കൽ ലേണിങ്ങും നമ്മൾ ചെയ്ത് നല്ല സ്കിൽ സെറ്റോട് കൂടിയിട്ടാണ് നമ്മൾ പാസ് ഔട്ട് ആവുന്നത്. സോ നമ്മളിത് പഠിച്ചിറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറേ തിയറി പഠിച്ചിറങ്ങുകയല്ല ചെയ്യണേ, നമുക്കൊരു ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ് ആൻഡ് സ്കിൽസ് ടു ഗെറ്റ് ഇൻ ടു വർക്ക്. അത് നമുക്ക് ഡയറക്റ്റ്ലി യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കിട്ടാണ്. ഇതിൻ്റെ ഏറ്റവും ഒരു ഓപ്പർച്യൂണിറ്റി നമുക്ക് കിട്ടുന്നത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മാസ്റ്റർ തീസിസ് അല്ലെങ്കിൽ നമ്മുടെ പ്രൊജക്റ്റ് ചെയ്യുമ്പോഴാണ്. സോ എല്ലാ മാസ്റ്റർ ഡിഗ്രിയിലും നമ്മൾ തീസിസ് ആൻഡ് പ്രൊജക്റ്റ് സബ്മിറ്റ് ചെയ്യണം. സോ ആ ഒരു തീസിസിന് നമുക്ക് റിയൽ റിസർച്ചിൻ്റെ ഭാഗമാവാൻ സാധിക്കുകയാണ്. ബിക്കോസ് ഇവിടെ നമുക്ക് യൂണിവേഴ്സിറ്റിയിൽ നമ്മളെ പഠിപ്പിക്കുന്ന പ്രൊഫസേഴ്സ് എല്ലാവരും തന്നെ റിസർച്ച് സയൻറ്റിസ്റ്റുകളായിരിക്കും. സോ അവർക്ക് ഓൺഗോയിങ് ആയിട്ടുള്ള ഒരു പ്രൊജക്റ്റ് അല്ലെങ്കിൽ ഒരു റിസർച്ച് നമ്മുടെ റണ്ണിങ് ആയിരിക്കും. സോ ആ ഒരു പ്രൊജക്റ്റിൻ്റെ പാർട്ടാവാണ് നമ്മൾ ചെയ്യുക. സോ ഓൺഗോയിങ് ആയിട്ടുള്ളൊരു സ്റ്റഡീസിലോട്ട് നമ്മൾ കോൺട്രിബ്യൂട്ട് ചെയ്യും. അതിൻ്റെ ഒരു ഭാഗമാണ് നമ്മുടെ തീസിസ് ആയിട്ട് നമ്മൾ റൈറ്റ് ചെയ്തെടുക്കുന്നത്. സോ ഇങ്ങനെ ഒരു റിസർച്ച് എക്സ്പീരിയൻസ് ഡയറക്റ്റ്ലി നമ്മുടെ റെസ്യൂമെയിൽ കയറാണ് ചെയ്യുന്നത്. ഇത് നമ്മുടെ CV-യിലോ റെസ്യൂമെയിൽ ഉണ്ടെങ്കിൽ നമുക്ക് ഇൻ്റർനാഷണൽ കമ്പനീസിലേക്ക് അപ്ലൈ ചെയ്യുമ്പോഴായാലും ഇവിടെ നിന്ന് നമ്മൾ പഠിച്ചിറങ്ങി ഇവിടെ നോർവേയിൽ തന്നെ കമ്പനീസിലേക്ക് അപ്ലൈ ചെയ്യുമ്പോഴായാലും ഇതൊരു വലിയൊരു പ്രോ ആണ്. അത് നമുക്ക് ഇവിടുത്തെ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ ഇത് ആ ഒരു റിസർച്ച് ഓറിയൻറ്റഡ് സ്റ്റഡീസിൽ നിന്ന് മാത്രം കിട്ടുന്ന ഒരു സംഭവം കേട്ടോ. പിന്നെ ഞങ്ങൾക്ക് വന്ന ഒരു എൻക്വയറിയാണ് ഇവിടുത്തെ എഡ്യൂക്കേഷൻ ഫീസ് എങ്ങനെയാണെന്നുള്ളത്. സോ എഡ്യൂക്കേഷൻ ഫീസിനെ കുറിച്ച് പറയുമ്പോൾ ഞാനും ജോസഫ് ഇവിടെ ജോയിൻ ചെയ്ത ടൈമിൽ, അതായത് 2019-2020 ഇവിടെ എഡ്യൂക്കേഷൻ ഫീസ് ഉണ്ടായിരുന്നില്ല. ട്യൂഷൻ ഫീസ് പബ്ലിക് യൂണിവേഴ്സിറ്റിയിൽ നമുക്ക് ഒട്ടും തന്നെ ഉണ്ടായിരുന്നില്ല. സോ ഫ്രീ എഡ്യൂക്കേഷൻ ആയിരുന്നു. അന്ന് ആക്ച്വലി നോർവേ മാത്രമായിരുന്നു ഫ്യൂ ഓഫ് ദ കൺട്രീസ് ഇങ്ങനെ ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിന് ഇങ്ങനെ ട്യൂഷൻ ഫീസ് ഇല്ലാണ്ട് നമുക്കൊരു എഡ്യൂക്കേഷൻ മാസ്റ്റർ ഡിഗ്രി ഒക്കെ കൊടുക്കുന്നത്. വൺ ഓഫ് ദ ഫ്യൂ കൺട്രീസ് ആയിരുന്നു നോർവേ. പക്ഷേ 2023 തൊട്ട് നമുക്കിവിടെ എഡ്യൂക്കേഷൻ ഫീസ് ഇപ്പോൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഇത് നോൺ EU EEA സ്റ്റുഡൻസിനാണ് നമുക്ക് എഡ്യൂക്കേഷൻ ഫീസ് ഇപ്പോൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. സോ നിങ്ങൾ ഇപ്പോൾ ഒരു EUയിൽ അല്ലെങ്കിൽ EEA കൺട്രീസിലെ നിങ്ങൾക്ക് സിറ്റിസൺഷിപ്പ് ഉണ്ടെങ്കിൽ ഇപ്പോഴും ഇവിടെ പബ്ലിക് യൂണിവേഴ്സിറ്റിയിൽ ട്യൂഷൻ ഫീസ് ഇല്ലാണ്ട് പഠിക്കാം. സോ ഇപ്പോൾ ട്യൂഷൻ ഫീസ് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുമ്പോൾ 10 to 30 lakhs ഡിപ്പെൻഡിങ് അപ്പോൺ യുവർ പ്രോഗ്രാം ആൻഡ് യൂണിവേഴ്സിറ്റിയാണ് ഇവിടുത്തെ ഒരു റേഞ്ച്. അതായത് 10 ലക്ഷം മുതൽ 30 ലക്ഷം വരെ ആ ഒരു റേഞ്ചിലാണ് നമുക്കിവിടെ ട്യൂഷൻ ഫീസ് പബ്ലിക് യൂണിവേഴ്സിറ്റിയിൽ വരുന്നത്. പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിയിൽ എല്ലാവർക്കും ഇൻക്ലൂഡിങ് ദ EU സ്റ്റുഡൻസ് എപ്പോഴും ട്യൂഷൻ ഫീസ് ഉണ്ട്. പിന്നെ എല്ലാ സ്റ്റുഡൻസും പേ ചെയ്യേണ്ട വേറെ ഒരു ഫീസാണ് സെമസ്റ്റർ ഫീസ്. അത് 600 NOK to 800 NOK ആണ് വരുന്നത്. അതായത് ഒരു 5000 to 7000 രൂപ ഒരു സെമസ്റ്റർ ഫീസ് പെർ സെമസ്റ്റർ നമ്മളിതിന് പേ ചെയ്യേണ്ടിയിരിക്കുന്നു. സോ ദ സെക്കൻഡ് പോയിന്റ് ഞാൻ പറയുകയാണെങ്കിൽ അത് ഇവിടുത്തെ വർക്ക് കൾച്ചർ ആയിരിക്കും.
വർക്ക് കൾച്ചർ നോർവേയിൽ അമേസിംഗ് ആണ്, ഫ്ലാറ്റ് ആൻഡ് റെസ്പെക്ട്ഫുൾ. അതായത് നിങ്ങളുടെ കമ്പനിയിലെ ഏറ്റവും ടോപ്പ് പൊസിഷനിൽ ഇരിക്കുന്ന ബോസ് തൊട്ട് വേറെ ഏത് പൊസിഷനിൽ ഇരിക്കുന്ന ആൾക്കും സെയിം റെസ്പെക്റ്റും റൈറ്റ്സും ആണ്. അപ്പം നിങ്ങൾക്കൊരു വോയിസ് ഉണ്ടാവും ആൻഡ് യുവർ വോയിസ് വിൽ ബി ഹേർഡ്. അതായത് നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള റൈറ്റ്സ് ഉണ്ട്, അതിന് വേണ്ടിയിട്ട് നിങ്ങൾ എപ്പോൾ എന്ത് കാര്യം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് അവിടെ സംസാരിക്കാം. അപ്പോൾ ഒരു ബോസിനെ എങ്ങനെ ട്രീറ്റ് ചെയ്യോ അങ്ങനെ തന്നെയായിരിക്കും വേറെ ഏത് പൊസിഷനിൽ ഇരിക്കുന്ന ആളെയും അവിടെ ട്രീറ്റ് ചെയ്യുക. പിന്നെ ഇവിടെ നോർവേയിൽ മൈക്രോ മാനേജ്മെൻറ്റ് തീരെയില്ല. അതായത് നമ്മുടെ ടാസ്കും നമ്മുടെ പ്രൊജക്റ്റിലും നമുക്ക് ഫുൾ ഫ്രീഡം ആയിരിക്കും. നമ്മുടെ ആ ഒരു കഴിവുകളെ അവർ ട്രസ്റ്റ് ചെയ്യും ആൻഡ് നമ്മൾ നല്ല കറക്റ്റായിട്ട് നമ്മൾ വളരെ എഫിഷ്യൻ്റായിട്ട് വർക്ക് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് അവർ നോക്കുകയുള്ളൂ. ആൻഡ് 7.5 hours ആണ് പെർ ഡേ ഇവിടെ വർക്കിംഗ് അവേഴ്സ് വരുന്നത്. ആ ഒരു വർക്കിംഗ് അവേഴ്സ് കറക്റ്റ് എഫിഷ്യൻ്റായിട്ട് നമ്മുടെ ടാസ്ക് തീർക്കുന്നു. അവർ നമ്മളെ ട്രസ്റ്റ് ചെയ്യും. ആ ട്രസ്റ്റ് ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ വർക്ക് ചെയ്യുക. ആഫ്റ്റർ 7.5 hours വേറെ എന്ത് ഇമെയിൽസ് ആയിക്കോട്ടെ, വർക്ക് ചെയ്യുന്നുള്ള കോൾസ് ആയിക്കോട്ടെ, ഒന്നും അറ്റൻഡ് ചെയ്യാൻ നിങ്ങൾ ബാധ്യസ്ഥരുമല്ല. അത് കഴിഞ്ഞാൽ പിന്നെ വർക്ക് അവിടെ തീർന്നു ആൻഡ് നെക്സ്റ്റ് ഈസ് യുവർ ലൈഫ്. സോ 7.5 hours കറക്റ്റായിട്ട് വർക്ക് ചെയ്യുക ആൻഡ് എൻജോയ് യുവർ ലൈഫ്. അതാണ് ഇവിടുത്തെ ഒരു ഡീല്. അതുപോലെ തന്നെ കറക്റ്റായിട്ട് വർക്ക് ചെയ്യണതിനുള്ള സാലറി റേഞ്ച്, അതായത് ഏതൊരു പൊസിഷൻ ആയാലും നമ്മൾ ചെയ്യുന്ന ജോലിക്ക് നല്ല കറക്റ്റായിട്ടുള്ള സാലറി നമുക്കിവിടെ ലഭിക്കും. പിന്നെ നമ്മളുള്ള പൊസിഷൻ അനുസരിച്ചും കമ്പനി അനുസരിച്ചും കുറച്ച് ബെനിഫിറ്റ്സ് ഒക്കെ കിട്ടും. പിന്നെ മോസ്റ്റ് ഓഫ് ദ കമ്പനീസിൽ നമുക്ക് വർക്ക് അവേഴ്സിൽ പറയാവുന്ന കുറച്ച് ബെനിഫിറ്റ് ആണ്. നമുക്ക് ട്രെയിനിങ് അവേഴ്സ് ഉണ്ടാവും, ഹാഫ് ആൻ അവർ മീൽ ടൈം അതിനകത്ത് ഇൻക്ലൂഡഡ് ആയിരിക്കും. പിന്നെ നമുക്കൊരു പോലീസ് അപ്പോയിൻമെൻറ്റ്, ഫോർ വിസ അപ്പോയിൻമെൻറ്റോ അല്ലെങ്കിൽ നമുക്കൊരു ഡോക്ടേഴ്സ് അപ്പോയിൻമെൻറ്റോ അങ്ങനെ എന്തുണ്ടെങ്കിലും നമുക്ക് നമ്മുടെ വർക്ക് അവേഴ്സിൽ തന്നെ അത് അവിടെ നമുക്ക് ബോസിനോട് പറഞ്ഞിട്ട് പോവാം. ഇങ്ങനെ വളരെ വളരെ അടിപൊളിയായ അമേസിംഗ് ആയിട്ടുള്ളൊരു വർക്ക് കൾച്ചറാണ്. ഇവിടെ മര്യാദയ്ക്ക് വർക്ക് ചെയ്യുകയാണെങ്കിൽ, നമുക്ക് ഇഷ്ടമുള്ളൊരു ജോലിയിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ വർക്ക് ചെയ്യാനേ തോന്നില്ല. സമാധാനമായി വർക്ക് ചെയ്ത് സമാധാനമായി ജീവിക്കാം. സോ പറഞ്ഞു വന്ന വർക്ക് ലൈഫ് ബാലൻസ് പറയാണ്ടിരിക്കാൻ വയ്യ, അത്രയും അടിപൊളിയാണ്. അപ്പം അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ ഇവിടുത്തെ ഒരു കൾച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു വെക്കേഷൻ ടൈമിനായാലും നമ്മുടെ ഫ്രീ ടൈമിനെ അവർ വളരെ റെസ്പെക്റ്റ് ചെയ്യും. അതായത് വെക്കേഷൻ ഇവിടെ 5 weeks പെർ ആനം ആണ് നമുക്ക് വരുന്നത്. ആ ഒരു ടൈമിൽ നമ്മുടെ ഓഫീസിൽ നിന്ന് ഒരു കോൾ പോലും നമുക്ക് വരില്ല, ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടാവില്ല, കംപ്ലീറ്റ്ലി നമുക്ക് എൻജോയ് ചെയ്യാം. പിന്നെ നമ്മൾ പറയേണ്ട കാര്യമാണ് മെറ്റേണിറ്റി ആൻഡ് പെറ്റേണിറ്റി ലീവ്. ഇവിടെ നമുക്ക് മെറ്റേണിറ്റി ആൻഡ് പെറ്റേണിറ്റി ലീവ് വരുന്നത് 100% സാലറിയിൽ 49 weeksഉം നമ്മൾ 80% സാലറിയാണ് എടുക്കണമെങ്കിൽ 59 weeksഉം ആണ്. ഇത് കൂടാതെ അഡീഷണൽ 1 year നമുക്ക് വേണമെങ്കിൽ അൺപെയ്ഡ് ലീവും എടുക്കാം വിത്ത് ജോബ് സെക്യൂരിറ്റി. അതായത് നമ്മുടെ ജോബ് സെക്യൂർഡ് ആയിരിക്കും, നമുക്ക് അഡീഷണൽ 1 year കൂടി നമുക്ക് നമ്മുടെ ബേബിക്ക് വേണമെങ്കിൽ എടുക്കുകയും ചെയ്യാം. സോ ദ നെക്സ്റ്റ് പോയിന്റ് വുഡ് ബി ചൈൽഡ് സപ്പോർട്ട്. അതായത് ഇവിടെ നിന്ന് ഗവൺമെൻറ്റിൽ നിന്ന് നമുക്ക് നമ്മുടെ എല്ലാ പിള്ളേർക്കും നമുക്ക് സപ്പോർട്ട് കിട്ടുന്നുണ്ട്. സോ മന്ത്ലി സപ്പോർട്ട് പറയുകയാണെങ്കിൽ 1,700 to 2,000 NOK, അതായത് ഒരു 15,000 രൂപ തൊട്ട് 17,000 രൂപ വരെയാണ് നമുക്കൊരു സപ്പോർട്ട് കിട്ടുന്നത്. സോ നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ നാട്ടിൽ ഒരു 2,000 രൂപ കിട്ടുന്നതിന് തുല്യമാണ് നമുക്ക് മാസം നമുക്ക് ഓരോ ചൈൽഡിനും നമുക്ക് കിട്ടുന്നത്. ഇത് കൂടാണ്ട് അവരുടെ എഡ്യൂക്കേഷൻ കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. അത് അവർക്ക് ഹയർ എഡ്യൂക്കേഷന് പോവുകയാണെങ്കിൽ അവർക്ക് ഇവിടെ ലോൺ കിട്ടും. പിന്നെ അത് കൂടാണ്ട് ഇപ്പോൾ ഡേ കെയർ സബ്സിഡൈസ്ഡ് ആയിരിക്കും, അതായത് പാർട്ട് ഓഫ് ദി മണി നമ്മുടെ ഗവൺമെൻറ് തന്നെ ആയിരിക്കും എടുക്കുന്നത്. പിന്നെ അവർക്ക് അവിടെ സ്കൂളിൽ തന്നെ ലഞ്ചസ് ഉണ്ട്. അങ്ങനെ നമുക്കൊരു ചിൽഡ്രനെ എന്താ പറയുക, നമ്മുടെ പിള്ളേരൊക്കെ ആയിട്ട് ഇവിടെ ജീവിക്കാനും ഒരു ഫാമിലി ബിൽഡ് ചെയ്യാനും നോർവേ വുഡ് ബി ദ ബെസ്റ്റ് ചോയ്സ്. സോ ദ നെക്സ്റ്റ് പോയിന്റ് വുഡ് ബി ക്വാളിറ്റി ഓഫ് ലൈഫ്. അതായത് ക്വാളിറ്റി ഓഫ് ലൈഫിൻ്റെ കാര്യത്തിൽ നോർവേ വൺ ഓഫ് ദ ടോപ്പ് കൺട്രിയാണ്. സോ ഫസ്റ്റ് തന്നെ നമ്മൾ എടുക്കുകയാണെങ്കിൽ സേഫ്റ്റി ആൻഡ് ക്രൈം റേറ്റ് ഭയങ്കര കുറവാണ് ഇവിടെ. അതായത് നമുക്ക് വളരെ സേഫായിട്ട് നമുക്ക് ഇവിടുത്തെ സിറ്റി സെൻറ്ററിൽ ഏത് പാതിരാത്രിക്കും നടന്ന് വീട്ടിൽ പോവാം. ഇപ്പം ഞാൻ പാർട്ട് ടൈമിൽ വർക്ക് ചെയ്യുമ്പോഴായാലും 2 AM 3 AM നമുക്ക് ക്ലോസ് ചെയ്യുന്ന ആ ഒരു എന്താ പറയുക സെക്ഷൻ കിട്ടിയാൽ പോലും അതൊക്കെ കഴിഞ്ഞ് സമാധാനമായി നടന്ന് വീട്ടിൽ പോവാം. നമുക്ക് ഒരാളെയും പേടിക്കേണ്ട. ആൻഡ് പോലീസ് ആർ റെസ്പെക്ട്ഫുൾ. അതുപോലെ തന്നെ ഇവിടെ ക്ലീൻ എൻവയോൺമെൻ്റ് ആണ്. അതായത് നമ്മൾ സിറ്റി സെൻറ്റർ തൊട്ട് ഫോറസ്റ്റ് വരെ നോക്കുകയാണെങ്കിൽ ക്ലീൻ ആയിരിക്കും. ബിക്കോസ് പീപ്പിൾ ഫോളോ റൂൾസ്. ഇവിടെ ഒട്ടും ലിറ്ററിങ് ഇല്ല, ഇവിടെ ഒരു അലമ്പും ഇല്ലാത്തതുകൊണ്ട് എപ്പോഴും ക്ലീൻ ആൻഡ് പീസ്ഫുൾ ആയിരിക്കും. ആൻഡ് സിറ്റീസ് വിൽ ബി വെരി ക്വയറ്റർ. പിന്നെ എയറൊക്കെ ഭയങ്കര ഫ്രഷ് എയർ ആണ്, ക്ലീൻ എയർ ആണ്, വളരെ പ്യുവർ ആണ്. ആൻഡ് അതുപോലെ തന്നെ വാട്ടർ ക്വാളിറ്റി ഈസ് അമേസിങ്. ഇവിടെ എല്ലാവരും നമ്മുടെ ഡ്രിങ്കിങ് വാട്ടർ എന്ന് പറയുന്നത് ടാപ്പ് വാട്ടർ ആണ്. അതായത് ഏത് ടാപ്പിൽ നിന്ന് നമുക്ക് വാട്ടർ എടുത്ത് നമുക്ക് ഡ്രിങ്ക് ചെയ്യാം. അത്രയും ക്ലീൻ ആയിട്ടുള്ളൊരു എൻവയോൺമെൻ്റ് ആണ് ഇവിടെ. ബിക്കോസ് ഇവിടുത്തെ വേസ്റ്റ് മാനേജ്മെൻറ്റ് സിസ്റ്റം അടിപൊളിയാട്ടോ. അതായത് കറക്റ്റായിട്ട് സെഗ്രിഗേറ്റ് ചെയ്ത് നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ വേസ്റ്റ് കളക്ട് ചെയ്ത് ക്ലീൻ ആയിട്ടാണ് ആ ഒരു മാനേജ്മെൻറ്റ് സിസ്റ്റം. പിന്നെ ക്വാളിറ്റി ഓഫ് ലൈഫ് പറയുമ്പോൾ നമ്മൾ പറയേണ്ടതാണ് ഇവിടുത്തെ ഗുഡ് ഇൻഫ്രാസ്ട്രക്ചർ. അതായത് നമ്മൾ പബ്ലിക്കായിട്ടുള്ള എന്ത് സംഭവം എടുത്താലും, അത് ഹെൽത്ത് കെയർ നമ്മളൊരു ഹോസ്പിറ്റൽ എടുത്താലും അല്ലെങ്കിൽ ഒരു പബ്ലിക് ട്രാൻസ്പോർട്ട്സ്, അതായത് ബസ്, ട്രാം അല്ലെങ്കിൽ മെട്രോ എന്തെടുത്താലും നല്ല അടിപൊളി ഇൻഫ്രാസ്ട്രക്ചറാണ്, ക്ലീൻ ആണ്. പിന്നെ ട്രാൻസ്പോർട്ടേഷൻസ് ഒക്കെ സിറ്റീസിൽ വെൽ കണക്റ്റഡുമാണ്. സോ ഇതും നമ്മുടെ ക്വാളിറ്റി ഓഫ് ലൈഫിനെ ഇമ്പ്രൂവ് ചെയ്യുന്ന ഒരു ഫാക്ടറാട്ടോ. പിന്നെ നോർവേനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ പറയേണ്ട ഒരു കാര്യമാണ് നോർവേയുടെ സീനിക് ബ്യൂട്ടി.
നോർവേ ഒരു എന്താ പറയുക ബ്യൂട്ടിഫുൾ ഒരു കൺട്രിയാണ്. അതായത് നമ്മളിങ്ങനെ നോർവേനെ നോക്കി വിട്ട് പണ്ടാരടങ്ങി ദിങ്ങനെ നിൽക്കുന്ന നമ്മുടെ സ്ഥലങ്ങളൊക്കെ കാണുവേ. ബിക്കോസ് ഫ്യോർഡ്സ് ആയിക്കോട്ടെ, വാട്ടർഫോൾ ആയിക്കോട്ടെ, നോർത്തേൺ ലൈറ്റ് ആയിക്കോട്ടെ, മലനിരകളായിക്കോട്ടെ, എല്ലാവരും എക്സ്ട്രീം ബ്യൂട്ടിഫുൾ ആണ്. നോർവേയുടെ ഭംഗി തന്നെയായിരിക്കും നിങ്ങൾ ഏറ്റവും കൂടുതൽ നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ കൂടെ സോഷ്യൽ മീഡിയ കൂടെ ഒക്കെ കണ്ടേണ്ടാവുക. അത് കാണുന്ന പോലെ തന്നെയാണ്. പിന്നെ ഈ നോർവേയുടെ ഒരു നേച്ചർ ആക്സസ് ചെയ്യാൻ നമ്മൾ ഒരുപാട് ദൂരെ പോകേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മളുടെ ജീവിക്കുന്ന പരിസരത്ത് നിന്ന് കുറച്ചൊന്ന് ബസ് കയറി കഴിഞ്ഞാൽ നമ്മളൊരു ഹൈക്ക് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടണ ആ എല്ലാ വ്യൂ പോയിന്റുകളും അമേസിങ് വ്യൂ പോയിന്റുകളാണ്. പിന്നെ വിൻ്റർ സീസണെ കുറിച്ച് പറയുകയാണെങ്കിൽ വിൻ്റർ സീസൺ കുറച്ച് എക്സ്ട്രീമാണ്. അതായത് നമുക്ക് നല്ല തണുപ്പൊക്കെ ഇവിടെ വരും, പക്ഷെ എല്ലാ സീസണും അതിൻ്റേതായിട്ടുള്ള ഒരു ചാർമുണ്ട്. അപ്പം ഞാനും ജോസഫും ഭയങ്കരമായിട്ട് വിൻ്റർ എൻജോയ് ചെയ്യുന്നതാണ്. ഞങ്ങളുടെ വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാം, അതിനകത്ത് ഫുൾ ഹൈക്കിങ്, ഈ മഞ്ഞ് മലകൾ കയറാൻ പോവുക, അതുപോലെ തന്നെ നമ്മൾ സ്നോ കേവ് ഉണ്ടാക്കുക, സ്നോ ബോർഡിങ്ങിന് പോവുക, ഇതൊക്കെ തന്നെയാണ് ഞങ്ങളുടെ പരിപാടികൾ. നമ്മൾ സ്കീയിങ്, സ്നോ ബോർഡിങ് ഇങ്ങനത്തെ വിൻ്റർ ആക്ടിവിറ്റീസിലൊക്കെ ഏർപ്പെട്ട് കഴിഞ്ഞാൽ വിൻ്റർ ഒരു അടിപൊളി എക്സ്പീരിയൻസും ആണ്. ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് തണുപ്പും ആ ഒരു സ്നോവും ആ ബ്യൂട്ടിയും ഒക്കെ. അതുപോലെ തന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതാണ് എൻ്റെ ഒരു അഭിപ്രായം. പിന്നെ ഒരുപാട് പേര് ചോദിച്ചൊരു കാര്യമാണ് PR കുറിച്ച്. PR ഇവിടെ നോർവേയിൽ അച്ചീവബിൾ ആണ്. അതായത് ക്രൈറ്റീരിയാസ് ഉണ്ട്. ക്രൈറ്റീരിയാസ് നിങ്ങൾ പാസ് ചെയ്യുകയാണെങ്കിൽ സിമ്പിളായിട്ട് നമുക്ക് കിട്ടും. സോ ഫസ്റ്റ് ക്രൈറ്റീരിയ എന്ന് പറയുന്നത് നിങ്ങൾ ഇവിടെ 3 years നല്ല വാലിഡ് വർക്ക് പെർമിറ്റിൽ വർക്ക് ചെയ്തിരിക്കണം. ടാക്സ് പേയിങ് ആയിട്ടുള്ളൊരു വർക്കർ ആയിരിക്കണം. 3 years നിങ്ങളുടെ ഇവിടെ ജോലി ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന് അപ്ലൈ ചെയ്യാം. അതിൻ്റെ കൂട്ടത്തിൽ കൂടെ നമ്മൾ നോർവീജിയൻ എക്സാമിനേഷൻ എടുക്കണം. സോ നോർവീജിയനിൽ സെർട്ടൻ ലെവൽസ് നമ്മൾ പാസ് ചെയ്യണം. അതുപോലെ തന്നെ ഒരു സോഷ്യൽ സയൻസ് ടെസ്റ്റ് എടുക്കണം. ഈ 3 ക്രൈറ്റീരിയ പാസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സ് സബ്മിറ്റ് ചെയ്യാം. നമ്മൾ US UK പോലെ ഒരുപാട് ലോങ് ഇൻ്റർവ്യൂസോ അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല. നിങ്ങളത് ക്രൈറ്റീരിയ പാസ്സായോ നിങ്ങൾക്ക് PR അച്ചീവബിൾ ആണ്. സോ PR കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ സിറ്റിസൺഷിപ്പിനും അപ്ലൈ ചെയ്യാം. സിറ്റിസൺഷിപ്പിന് അപ്ലൈ ചെയ്യാൻ നമ്മൾ 6 years ഓഫ് റെസിഡൻ്റ് ആയിരുന്നാൽ മതി. അതായത് 6 വർഷം നമ്മളിവിടെ നോർവേയിൽ ജീവിച്ചു കഴിഞ്ഞാൽ നമുക്ക് സിറ്റിസൺഷിപ്പിന് അപ്ലൈ ചെയ്യാം. അതും അച്ചീവബിൾ ആണ്. പിന്നെ അതിൻ്റെ ഒപ്പം നമ്മൾ എടുക്കുന്ന സോഷ്യൽ സയൻസ് എക്സാമിനേഷൻ നമ്മൾ നൊഷ്കിൽ എടുക്കണം. PR-ന് നമ്മളത് ഇംഗ്ലീഷിൽ എടുത്താലും മതിയായിരുന്നു. പിന്നെ നമ്മുടെ ലാംഗ്വേജ് ക്രൈറ്റീരിയ വരുന്നത് നമ്മൾ സ്പീക്കിങ്ങിൽ B1 കിട്ടണം. അതായത് PR-ന് നമുക്ക് എല്ലാം, അതായത് 4 സെറ്റാണ് വരുന്നത്. ആ 4 സെറ്റിൽ നമുക്ക് A2. പക്ഷെ നമ്മൾ സിറ്റിസൺഷിപ്പിൽ വരുമ്പോൾ നമ്മൾ സ്പീക്കിങ്ങിന് B1 ലെവൽ കംപ്ലീറ്റ് ചെയ്യണം. പിന്നെ ഇവിടുത്തെ മെയിൻ പോയിൻ്റാണ് സമാധാനം, അതായത് പീസ്. നിങ്ങൾ സമാധാനം ഇഷ്ടപ്പെടുന്ന ഒരാളാണോ, വേഗം അങ്ങോട്ട് പോരെ. നിങ്ങൾക്കുള്ളൊരു കൺട്രിയാണ് നോർവേ. ഇത്രയും നല്ല സ്ലോ ബേസ്ഡ് ആൻഡ് കാം ആൻഡ് പീസ്ഫുൾ ആയിട്ടുള്ളൊരു കൺട്രി. എനിക്ക് തോന്നുന്നു ദിസ് ഈസ് വൺ ഓഫ് ദാറ്റ് കൺട്രി. അതായത് സമാധാനമായിട്ട് ജീവിക്കാം. അതുപോലെ എല്ലാവരും വളരെ പ്രൈവറ്റ് ആണ്, ഒട്ടും നോസി അല്ല. അതായത് എല്ലാവരും നമുക്ക് നല്ല പ്രൈവസി തരും, അതേ പ്രൈവസി നമ്മൾ തിരിച്ചു കൊടുക്കുക. ആരും അങ്ങോട്ടും ഇങ്ങോട്ടും എന്താ പറയുക, അവിടെ എന്താ നടക്കുന്നത്, ഇവിടെ എന്താ നടക്കുന്നത്, ആരുടെയും ജീവിതം നോക്കിയിട്ടല്ല ജീവിക്കുന്നത്, സമാധാനമായി ജീവിക്കുന്നു. അതുപോലെ തന്നെ സോഷ്യൽ പ്രഷറും ഇല്ല. അതായത് നമ്മൾ സെലിബ്രിറ്റീസിനൊക്കെ നോക്കുകയാണെങ്കിൽ അവരും നോർമൽ ലൈഫ്സ് ആണ് ഇവിടെ ജീവിക്കുന്നത്. നമുക്ക് ബസ്സിൽ പോകുമ്പോൾ, ട്രാമിൽ പോകുമ്പോൾ, അതായത് നമ്മുടെ നോർവീജിയൻ ആ ഒരു ഫുട്ബോൾ പ്ലെയർ ഇല്ലേ, എർലിംഗ് ഹാലൻഡ്, ആൾക്ക് പോലും സമാധാനമായി സ്ട്രീറ്റിൽ കൂടെ നടന്നു പോകാം എന്നുള്ളതാണ്. അത്രയും സമാധാനം ലവിങ് ആയിട്ടുള്ള ആൾക്കാരാണ് ഇവിടെ ഫുൾ നോർവേയിൽ തന്നെ. പിന്നെ നമ്മൾ നോർവേയിൽ നോക്കുകയാണെങ്കിൽ ഡിസ്ക്രിമിനേഷൻ ഭയങ്കര കുറവാണ്. അത് കാസ്റ്റ് ആയിക്കോട്ടെ, റിലീജിയൻ ആയിക്കോട്ടെ, ക്ലാസ് ബേസ്ഡ് ഡിസ്ക്രിമിനേഷൻ ആയിക്കോട്ടെ, അങ്ങനെ ഒന്നും നമുക്ക് കാണാൻ പറ്റില്ല. എല്ലാം ഒരു വളരെ ഫ്ലാറ്റാണ്. അതുപോലെ തന്നെ പോവേർട്ടി ഭയങ്കര കുറവാണ്. അതുകൊണ്ട് റിച്ച് ആൻഡ് പുവർ ഗ്യാപ്പും കുറവായതുകൊണ്ടും ആയിരിക്കാം നമുക്ക് ഒട്ടും ആ ഒരു ഡിസ്ക്രിമിനേഷനോ അങ്ങനെ ഒന്നും നമുക്കിവിടെ സൊസൈറ്റിയിൽ ജീവിക്കുമ്പോൾ ഒട്ടും ഫീൽ ചെയ്യില്ല. സോ ഇത്രയും കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തിട്ട് നമ്മളിവിടെ നമ്മുടെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാണ്. സോ നെക്സ്റ്റ് എപ്പിസോഡിൽ ഞങ്ങൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എൻ്റെയും ജോസഫിൻ്റെയും ഒരു പേഴ്സണൽ ജേർണി, അതായത് ഞങ്ങളുടെ എഡ്യൂക്കേഷൻ എവിടെ എങ്ങനെയായിരുന്നു, ഞങ്ങൾ പഠിച്ച യൂണിവേഴ്സിറ്റി ഡീറ്റെയിൽസ്, ഞങ്ങളുടെ ഒരു ജോബ് ഹണ്ട് ജേർണി എങ്ങനെയായിരുന്നു, ഞങ്ങളുടെ ഇപ്പോഴത്തെ ജോബ് സ്റ്റാറ്റസ്, ഞങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട്, ഇതൊക്കെ ആയിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ നിങ്ങൾക്കുള്ള എല്ലാ ക്വയറീസും എല്ലാ ക്വസ്റ്റ്യൻസും ഞങ്ങളെ കമൻറ്റ് വഴി അറിയിക്കുക. ഞങ്ങൾ കമൻറ്റ്സ് നോക്കിയിട്ട് നെക്സ്റ്റ് എപ്പിസോഡ്സ് ഞങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നതായിരിക്കും. സോ നിങ്ങൾക്കുള്ള എല്ലാ ആൻസേഴ്സുമായിട്ട് ഒരുപാട് ഇൻഫോർമേഷൻസ് ആർ കമ്മിങ് ഇൻ കൊച്ചു കൊച്ചു നോർവേ. സോ സ്റ്റേ ട്യൂൺഡ്. ഹായ് ദേർ.